Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. I know നമ്മുടെ വീഡിയോ റെഗുലർ ആയിട്ട് കാണുന്ന ആളുകൾ കുറച്ച് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടാകും ബിക്കോസ് ദിസ് ഇസ് വെരി ഫസ്റ്റ് ടൈം ഞാൻ ഇതുപോലെ ടാരോട്ട് റീഡ് ചെയ്യുന്നത് അല്ല ഈവൻ ഫോർ മീ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതെന്റെ പ്ലാനിലുള്ള ഒരു കാര്യമില്ല. എസ്പെഷ്യലി ഇന്ന് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല. എന്തോ ഒരു കാര്യം എന്നെ വളരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു സ്ട്രോങ് ഇൻറ്റ്യൂഷൻ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൺലി റീസൺ ഈ ഒരു കാര്യം ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ടാരോട്ട് റീഡ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താന്നുള്ളത് പറയാം. ആൻഡ് യു നോ വാട്ട്, ബാംഗ്ലൂരിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല വെതറാണ്. നോർമലി നമുക്ക് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചുമ്മാ വെറുതെ ഇരിക്കാൻ തോന്നും അല്ലെ. പക്ഷെ ഈ ഒരു സമയത്ത് എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് ഉണ്ടാവുന്നത് ടു ഡു ദിസ് വീഡിയോ. സോ ഈ വീഡിയോ വളരെ സ്പെഷ്യലാണ്, എനിക്കും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഇന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നത് what you need to hear right now എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ്. സോ ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, എനിക്ക് നിങ്ങളുടെ എല്ലായിടത്തും പറയാനുള്ളത്, നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പെർഫെക്റ്റ് മൊമെന്റ് നോക്കിയിരിക്കരുത്. സോ ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു പ്ലാനും ഇല്ലാതെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വളരെ ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളത് എനിക്കാണെന്നുണ്ടെങ്കിൽ പോലും. എസ്പെഷ്യലി ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആണ്. സോ യു ക്യാൻ ഇമാജിൻ അല്ലെ, അങ്ങനത്തെ ഒരു പ്ലേസിൽ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ഒട്ടും പ്ലാൻ അല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ബട്ട് എൻ്റെ ലൈഫിൽ മിക്ക കാര്യങ്ങളും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങണം, റീസ്റ്റാർട്ട് ചെയ്യണം, വർക്ക് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്പിറേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്ട്രോങ് ഇൻറ്റ്യൂഷൻ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന സമയത്ത്, ആൻഡ് ദാറ്റ് ഈസ് ആർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, പല ആളുകളും ചോദിക്കുക എന്താണ് ഇൻറ്റ്യൂഷൻ, എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്തായിരിക്കും ചില കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നുണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് കോൾഡ് ഇൻറ്റ്യൂഷൻ, റൈറ്റ്? ഇൻറ്റ്യൂഷൻ. ഓക്കെ, ആ ഒരു മൊമെന്റ് നമ്മൾ വേസ്റ്റ് ആക്കരുത്. അത് എപ്പോൾ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് രാത്രിയോ പകലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തോന്നുന്നത്, അത് നിങ്ങൾക്ക് വർത്ത് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യരുത്, വേറൊരു സമയത്തേക്ക് അത് മാറ്റി വെക്കരുത്. ആ ഒരു ടൈമിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് യു ക്യാൻ ക്രിയേറ്റ് മാജിക് ഓൺ ദാറ്റ് സ്ട്രെങ്ത്. ഓൾറൈറ്റ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എത്ര സ്ട്രോങ് ആണ് നിങ്ങൾ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, എത്ര സ്ട്രോങ് ആണ്, എത്ര സ്ട്രോങ് ആയിരിക്കണം എന്നതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് എസ്പെഷ്യലി നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വേർഷൻ മാത്രം കാണിക്കാൻ ശ്രമിക്കുക. ഇത് ചില ആളുകൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഒരാളുടെ മുന്നിലും നിങ്ങളുടെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു വേർഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കാം. ഓൾറൈറ്റ്. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂർ ആക്കുന്നുണ്ടെങ്കിൽ, ഓർ നിങ്ങൾ സ്വയം നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ട് നിങ്ങൾ സ്വയം ജഡ്ജ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും നിങ്ങളെ ഡൗൺ ആക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെ എസ്പെഷ്യലി നിങ്ങളെ ഫിസിക്കലി ഡൗൺ ആക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്താണോ നിങ്ങളൊരു കുറവായിട്ട് കാണുന്നത്, അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്, അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. അങ്ങനെ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മാജിക് അല്ലെങ്കിൽ ഒരുപാട് മിറാക്കിൾ അവിടെ നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. സോ എൻജോയ് യുവർ സെൽഫ്. നിങ്ങൾ കൂടുതൽ അഡ്മയർ ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങളുടെ ബ്യൂട്ടി, ഈവൻ നിങ്ങൾക്ക് എന്താണോ കുറവായിട്ട് തോന്നുന്നത്, ആൻഡ് അത് നിങ്ങൾ ഒരുപാട് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുറവുകൾ നിങ്ങൾക്കൊരു സൗന്ദര്യം കൊണ്ടുതരുന്നുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, നുണക്കുഴി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ. നുണക്കുഴിയുള്ള ആളുകളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലെ. അവർ ചിരിക്കുന്ന സമയത്തും അവരുടെ ഓരോ എക്സ്പ്രഷനിലും ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ആ ഒരു നുണക്കുഴി ഉണ്ടാവുന്നത് നമ്മുടെ ഫേഷ്യൽ മസിൽസിൽ ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു കുറവ് തന്നെയാണ് ആ ഒരു ബ്യൂട്ടി കൊണ്ടുവരുന്നത്. റിലേറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷൻസും നിങ്ങൾ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. എന്താണ് നിങ്ങൾക്കൊരു കുറവായിട്ട് തോന്നുന്നത്, നിങ്ങളെ ഇൻസെക്യൂർ ആക്കുന്നത്, അതാണ് നിങ്ങളുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. ഓൾറൈറ്റ്. സ്വയം കൂടുതൽ ആസ്വദിക്കാൻ പഠിക്കുക, ആൻഡ് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട പെർമിഷൻസ് കൊടുക്കുക. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ മെന്റലി അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പേഴ്സണലി എടുക്കാതിരിക്കാം. ഓക്കെ, നിങ്ങൾ മെന്റലി ഡൗൺ ആക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ
നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഒരു നല്ലൊരു മോട്ടിവേറ്റർ ആയിട്ട് നിൽക്കേണ്ടത്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് വേണ്ട വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത് കൊടുക്കാൻ സ്വയം സാധിക്കണം. ഈ സമയം നിങ്ങൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് വേർഷൻസ് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ചില ആളുകൾക്കുള്ള മെസ്സേജ് അങ്ങനെയാണ്. ഓക്കെ, സോ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില ആളുകൾ ചില കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കാം. പ്ലീസ് ഗൈസ്, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, ഒരുപാട് ഓവർ എഫേർട്ട് ഒരു പ്ലേസിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക, ആർക്കും വേണ്ടിയിട്ടും കൊടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു അറ്റൻഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രഷറാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. നിങ്ങൾ ആ ഒരു പ്രഷർ നിങ്ങൾക്ക് കൊടുക്കാത്ത മൊമെന്റിലാണ് നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ അവിടെ സംഭവിക്കുന്നത്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സിറ്റുവേഷൻസ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരുപാട് പിറകെ ഇങ്ങനെ ഓടുന്നത്, അവിടെ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കാം. ഓൾറൈറ്റ്, ഈ ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിങ്ങൾ പോകുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. നോട്ട് ഹ്യൂമൻ, മനുഷ്യന്മാരെക്കാൾ കൂടുതൽ ആനിമൽസ് ആയിരിക്കാം, നേച്ചർ ആയിരിക്കാം. നേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് കിട്ടുന്ന ചില സൗഹൃദങ്ങളുണ്ട്. ഓക്കെ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സൗഹൃദങ്ങളുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഈ ഒരു ഫേസിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു മനുഷ്യനെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി നിൽക്കാൻ സാധിക്കുന്ന ഇതുപോലത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില സോൾസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, യു നീഡ് ടു കണക്ട് ലൈക്ക് ദാറ്റ്. ആനിമൽസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറ്റി ഇറ്റ്സ് ലൈക്ക് റൈറ്റ് ആയിട്ടുള്ള സോൾ അട്രാക്റ്റഡ് ആവുന്നത് പോലെ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ. ഓക്കെ, നമുക്ക് തോന്നിയിട്ടുണ്ടാവും ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ കണക്ട് ആവുക. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ഈ ഒരു ടൈമിൽ നിങ്ങൾ ആളുകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, ഈ ഒരു ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള സോൾസ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. സോ യു ഡോണ്ട് നീഡ് ടു ഫോഴ്സ് യുവർ സെൽഫ്. ഒന്നും നിങ്ങൾ ഫോഴ്സ്ഫുള്ളി കണക്ട് ചെയ്യേണ്ടതായിട്ടില്ല. ചില ആളുകൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അലോ ദം, അവരെ മാറി നിൽക്കാൻ അനുവദിക്കാം. ഓക്കെ, ഒന്നും എവിടെയും പോവില്ല. ഓക്കെ, നിങ്ങൾ എന്താണോ ഇങ്ങനെ ഒളിച്ചു പിടിക്കാൻ നോക്കുന്നത് ഒന്നും എവിടെയും പോവില്ല. ഒരുപാട് പ്രഷർ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് എഫേർട്സ് ചില പ്ലേസിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഓൾറൈറ്റ്, ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് what you need to hear right now. Alright, see, again it's a confirmation. ആരാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് എന്നുള്ളത് നോക്കൂ, ആരാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നോക്കൂ. അഗൈൻ ഇറ്റ്സ് എ ആനിമൽ, റൈറ്റ്? നിങ്ങൾക്ക് ഈ ഒരു സമയം ലോയൽ ആണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾ ഈ സമയം പഠിക്കേണ്ട ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ലോയൽറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ആ ഒരു ലോയൽറ്റി നിങ്ങൾ നിങ്ങളടുത്ത് തന്നെ കാണിക്കണം. ഓക്കെ, സോ ചില പ്ലേസിൽ നിങ്ങളെ മറന്ന് പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി മറന്ന് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ വിട്ടുകൊടുക്കാണ്, പ്രോബ്ലത്തിലേക്ക് വിട്ടുകൊടുക്കാണ്. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇൻസ്റ്റീഡ് എന്താണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നത്, എന്താണ് നിങ്ങൾക്ക് വർത്ത് ആയിട്ട് തോന്നുന്നത്, ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കൂട്ടിപ്പെറുക്കി വെക്കാൻ നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അത് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ ചില നന്മകളായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിന്റെ പേരിൽ നിങ്ങൾക്ക് ചില ആളുകളുടെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിന്റെ പേരിൽ നിന്ന് അതൊന്നും ഫെയ്ഡ് ആക്കാൻ അനുവദിക്കാൻ പാടില്ല. അതൊക്കെ നിങ്ങളുടെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ആണ്. അത് ഫെയ്ഡ് ആക്കുന്ന പ്ലേസിൽ പോയി നിൽക്കാതിരിക്കുക. അതാണ് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കോയിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വേർത്ത് കൂട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വേർത്ത് കാണിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ്, നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവാണ്, നിങ്ങളുടെ കുറവാണ്. നേരത്തെ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ വെക്കുക, നിങ്ങളുടെ ചില കുറവുകളാണ് നിങ്ങളുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഒരു കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് കേൾക്കുന്ന, അത് ഈവൻ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ വളരെ പേഴ്സണലി എടുക്കാതിരിക്കുക. അത് ഇവിടെ വരെ വന്നോട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടോട്ടെ, പക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളത് എടുക്കാതിരിക്കാം.
ഓൾറൈറ്റ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇനീഷ്യലി നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീക്കായിട്ടുള്ള സൈഡ്, വീക്കായിട്ടുള്ള വേർഷൻ ഒരാളുടെ മുന്നിലും കാണിക്കാതിരിക്കുക. അത് കാണിച്ചിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റമില്ലാത്ത ഒരു പ്ലേസ് ആണ്, ആളുകളാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാം, എക്സ്പ്രസ് ചെയ്ത് കളയാം. ഓൾറൈറ്റ്. ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കണം എന്നല്ല പറയുന്നത്, നിങ്ങൾ അത് മനസ്സിലാക്കാത്ത ആളുകളുടെ മുന്നിൽ കാണിക്കാതിരിക്കുക നിങ്ങളുടെ വീക്കസ്റ്റ് വേർഷൻ. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. സോ ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.